പിള്ളേരേനെയൊക്കെ സ്കൂളിലും വിട്ട് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അതുമൊക്കെ വാങ്ങി വരുമ്പോഴാട്ടോ റോഡ് സൈഡിൽ നല്ല തളിർത്ത മുരിങ്ങയില നിൽക്കുന്നുണ്ടതേ. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ചങ്ങ് പിച്ചെടുത്തേ. അങ്ങനെ വീട്ടിലെത്തിയ ഞാൻ എന്താ വാങ്ങിയ സാധനങ്ങൾ മുരിങ്ങയിലേക്ക് കൊണ്ടുവന്ന് വെച്ചേ. പിന്നെ സാധനങ്ങളൊക്കെ അതാത് സ്ഥലങ്ങളിലോട്ടും അങ്ങ് എടുത്ത് വെച്ചേ. എന്തായാലും മുരിങ്ങയില കിട്ടിയതില്ലേ, അപ്പം എന്നാൽ പരിപ്പിട്ടങ്ങ് കറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പെടുത്ത് വേവിക്കാനും വെച്ച് കുറച്ച് ഉണക്കമാന്തലുണ്ടായിരുന്നു, അതും എടുത്തങ്ങ് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ച ശേഷം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞായിരുന്നു മുരിങ്ങയിലേക്ക് അങ്ങ് ഊരിയേ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ മീനിൻ്റെ ഉപ്പ് പോയാലും പോയില്ലേലും ശരി മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേ. ഏത് ജോലി ചെയ്താലും അത് അവിടെ ഇൻകംപ്ലീറ്റ് ആക്കി ഇട്ടിട്ട് അടുത്ത ജോലി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എല്ലാ ജോലി ചെയ്യാനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ കറിക്ക് അരയ്ക്കാൻ വേണ്ടി നോക്കുമ്പോഴാട്ടോ കറണ്ട് എന്നെ ചതിച്ച കാര്യം ഞാൻ അറിഞ്ഞത്. ഒട്ടും തളരാതെ തന്നെ വെച്ച കാലം മുന്നോട്ടെന്നുള്ള രീതിയിൽ ഞാൻ തേങ്ങ അരയ്ക്കാതെ കറി വെക്കാന്ന് വിചാരിച്ചേ. പിന്നെ വേവിച്ച പരിപ്പിലോട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് കലക്കി നല്ല തിളച്ച ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുത്തേ. ഇനി തേങ്ങ അരച്ചൊഴിച്ചില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊരു കുറവൊന്നും ഇല്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കൂടി മൂപ്പിച്ചൊഴിച്ച് കൊടുത്താൽ മതിയേ. ശേഷം ഉണക്കമീനും ഒക്കെ അങ്ങ് വറുത്തെടുത്ത് കഴിഞ്ഞ് ആദ്യം പറഞ്ഞതുപോലെ ഞാൻ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ അങ്ങ് ചെയ്ത് കഴിഞ്ഞേ. പിന്നെ ചോറും കറിയും ഒക്കെ വിളമ്പി TV കണ്ടിരുന്ന് കഴിക്കാൻ നോക്കുമ്പം കറണ്ട് ഇല്ലല്ലോ. അപ്പം ഞാൻ പുറത്ത് വന്നിരുന്ന് അങ്ങനെ ചോറ് കഴിച്ചേ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.